ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ പാലും നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പായസം റെഡിയാക്കി എടുക്കാം. അത് നമ്മുടെ ബെറയത്തിനൊക്കെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് വെള്ളം ഇങ്ങനെ തിളപ്പിക്കാനായിട്ട് വെക്കാം. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ സാബൂൺ റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് ഒരു 3/4 ഭാഗം വേവായാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് ഈ ഒരു രീതിയിൽ വെന്താൽ മതി. 3/4 ഭാഗം വേവാണ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ആ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ആ നെയ്യൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് മുന്തിരി ഇട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അതിന് ശേഷം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മാറ്റി കൊടുക്കാം. ഈ നെയ്യിൽ നിന്ന് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഈ നെയ്യിലേക്ക് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ അത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേണ്ട, ഒന്നും കൂടി കനം കുറച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കനം കുറച്ചിരിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉടഞ്ഞു പോകണ്ട, ഇപ്പോൾ ഈ കാണുന്ന രീതിയിലൊന്നും ആയാൽ മതി. അപ്പോൾ അതിന് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് മുകളിലൊന്ന് ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പാൽ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാല് കിടന്നിട്ട് വേണം പഴമൊന്ന് വെന്ത് വരാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളയ്ക്കുന്ന സമയത്ത് പഴത്തിൻ്റെയൊക്കെ കളർ ഒരു മാറ്റം വരും, ഒരു മഞ്ഞ കളർ. ആ സമയത്താണ് നമുക്കത് കുക്കായി വരിക കേട്ടോ. അതേപോലെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചൊവ്വരി നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിളച്ച് ഒരു ഇതായി വന്നതിന് ശേഷം ഞാൻ ഈ ചൊവ്വരി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ കിടന്നിട്ട് വേണം ഇനി ചൊവ്വരിയും പഴവും പാലും കൂടിയൊക്കെ ഒന്ന് കുറുകി വരണം നല്ല രീതിയിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം. പൊടിച്ച ഏലക്കായാണ് കേട്ടോ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്കിത് ഇളക്കി കുറച്ചൊന്ന് കുറുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നേരത്തെ വറുത്ത് വെച്ചതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഇപ്പോൾ കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ മതി കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഒന്നും കൂടി കട്ടിയായി വരും കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് നല്ലപോലെ തന്നെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇരിക്കുന്നതിനനുസരിച്ച് ഇത് കട്ടി കൂടി വരും. അപ്പോൾ ഈ ഇത്രയും ലൂസ് ഇതിൽ വേണം നമ്മളൊന്ന് ഇറക്കി വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അപ്പോൾ ഈ പാൽവായ്ക്ക റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന പഴവും അണ്ടിപ്പരിപ്പും ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.